യെസ്, ഇപ്പോൾ ഫുൾ ഓപ്പണായി. അപ്പം നിങ്ങൾക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു രീതി എങ്ങനെയുണ്ടെന്ന് നോക്കുക. 30,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിൻ്റെ സൺ റൂഫ് നമുക്കൊന്ന് നോക്കിയാലോ. കാരണം ഇന്ന് നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആദ്യം നോക്കുന്നൊരു കാര്യം ആ വാഹനത്തിൽ സൺ റൂഫ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം സൺ റൂഫ് ഇപ്പം നമ്മുടെ വാഹനത്തിൽ മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള ഹുണ്ടായി വെന്യൂ 2022 മോഡലാണ്. അതായത് ഇപ്പം 23, 24, 25 ഏകദേശം ഒരു 2.5 വർഷം കഴിഞ്ഞൊരു വാഹനമാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ സൺ റൂഫാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ വാഹനം ഇപ്പം 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 31 കിലോമീറ്ററിൽ ഇതിൻ്റെ സൺ റൂഫ് ഏതായാലും ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളിൻ്റെ ഒന്നും സൺ റൂഫ് അങ്ങനെ ഇങ്ങനെയൊന്നും അധികം ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ സൺ റൂഫ് നമുക്ക് നോക്കിയിട്ട് അതിൽ എന്തേലും രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാ, ഏതായാലും ഞാൻ ഈ വാഹനത്തിലോട്ടൊന്ന് കയറുകയാണ്. ഇഗ്നീഷൻ ഒന്ന് ഓണാക്കി. യെസ്, ഇനി നമ്മൾ സൺ റൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ സൺ റൂഫ് വേണ്ട ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഫുൾ ഓപ്പൺ ആയില്ല, ഞാനൊന്ന് ഫുൾ ഓപ്പൺ ആക്കുകയാണ്. യെസ്, ഇപ്പോൾ ഫുൾ ഓപ്പണായി. അപ്പം നിങ്ങൾക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു രീതി എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഏതായാലും ഇതിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചെളി അത്യാവശ്യം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പോർഷൻ ഇതിപ്പം സീലാകുന്ന പോർഷൻ തേണ്ട ഇവിടെയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് സാധാരണ വെള്ളമൊക്കെ ഇറങ്ങാനുള്ള ചാൻസസ് ഉള്ളത്. ഇനി സൺറൂഫ് തുറന്നിട്ട് ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ പോകുന്ന ഗ്രീസ്, ഈ വൈറ്റ് കളർ ഗ്രീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും രീതിക്ക്, അതായത് നിങ്ങൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് തുറന്നിട്ടിട്ടാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ അതിലെ വെള്ളം ഇറങ്ങി, അതായത് ഇതിൻ്റെ റോളിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ബീഡിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം ഇറങ്ങി ഇതിൻ്റെ ചാനൽസ്, അതായത് ഇതിൻ്റെ റോൾ ചെയ്ത് പോകുന്ന ചാനൽസിനകത്തോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് തുരുമ്പെടുക്കാനും അല്ലെങ്കിൽ ആ വെള്ളവും ഈ പറയുന്ന ഗ്രീസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് കുറച്ചുകൂടെ ഹാർഡായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഇത് പഴയ കണ്ടീഷനിലാകത്തില്ല. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ വാഹനത്തിൽ സൺറൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിടുക. നല്ല മഴയോ എല്ലാം വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ ചാറ്റൽ മഴയൊക്കെയാണ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറുന്ന തെറ്റാണ്. ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുക. അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർലി സീൽഡ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സീൽഡാണ്. ഈ ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വാഷ് ചെയ്ത് ഒരുപാട് വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് പോളിഷ് ചെയ്ത് ഈ റബ്ബറിൻ്റെ മെറ്റീരിയലിന് കുഴപ്പം വരുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കണം. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ സാധാരണ ഗ്ലാസ്സുകളിലൊക്കെ ഈ വരുന്ന ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും പ്രശ്നം വരത്തില്ല. പക്ഷേ മേളിൽ വരുന്നത് നമുക്ക് വാട്ടർ പ്രൂഫിങ് കൃത്യമാക്കുന്ന ആ ഒരു ബീഡിങ് തന്നെയാണ്. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സൺറൂഫിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല. ഇതിൻ്റെ മെയിൻ്റെനൻസ് പ്രോപ്പർ അല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.